അബ്ദുറഹീം ഇവിടെ? ഈ ചോദ്യമാണ് ഇടയ്ക്ക് മലയാളികളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. സൗദി റിയാദ് ജയിലിൽ വധശിക്ഷ കാത്തുകിടന്ന തൻ്റെ മകനെ രക്ഷിക്കാൻ വേണ്ടി പാത്തുമ്മ ഉമ്മ കരഞ്ഞത് ഓരോ മലയാളിയുടെയും നെഞ്ചാണ് തകർത്തത്. അങ്ങനെ സമൂഹം ഒറ്റക്കെട്ടായി നിന്ന് അബ്ദുറഹീമിനെ മോചിതനാക്കാനുള്ള ദിയാപ്പണം കണ്ടെത്തി. അബ്ദുറഹീമിൻ്റെ മോചനം സാധ്യമാക്കിയപ്പോൾ ഇതുവരേക്കും തന്നെ അബ്ദുറഹീം നാട്ടിലെത്തിയില്ല. ആയിടക്ക് പാത്തുമ്മ ഉമ്മ സൗദിയിലെത്തി അബ്ദുറഹീമിനെ കാണാൻ ശ്രമിച്ചതും ആദ്യം കാണാൻ അബ്ദുറഹീം വിസമ്മതിച്ചതുമെല്ലാം വലിയ സങ്കടം തന്നെയാണ് ഓരോ മലയാളിക്കും നൽകിയത്. കാരണം അബ്ദുറഹീമിൻ്റെ മാതാവായ പാത്തുമ്മ ഉമ്മയുടെ കണ്ണീരാണ് അബ്ദുറഹീം ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് തന്നെ. നിരന്തരമായുള്ള ഉമ്മയുടെ പ്രാർത്ഥനയുടെ ഫലമായാണ് ആ ദിയാപണം കണ്ടെത്താൻ കഴിഞ്ഞതും. എന്നിട്ടും കോടതിയിൽ മാറി മാറി സിറ്റിങ്ങുകൾക്കൊന്നും യാതൊരു ഫലവും തന്നെ ഉണ്ടായില്ല. അബ്ദുറഹീം നാട്ടിലേക്ക് വരുന്ന കാര്യം എന്തായി എന്നുള്ള കാര്യത്തിൽ ഓരോ മലയാളിയും ഉറ്റുനോക്കുന്ന വേളയിലാണ് അബ്ദുറഹീമിൻ്റെ വധശിക്ഷ റദ്ദാക്കിയ ബെഞ്ച് തന്നെ അബ്ദുറഹീമിൻ്റെ മോചനത്തിനുള്ള വിധി പറയണമെന്നുള്ള കാര്യം പുറത്തുവന്നത്. അവസാനമായി റിയാദ് ക്രിമിനൽ കോടതി വിധി പറയുന്നത് ജനുവരി 15 മാറ്റിയത്. അന്നും അബ്ദുറഹീമിൻ്റെ മോചനത്തിൻ്റെ കാര്യത്തിൽ യാതൊരു തീർപ്പുമുണ്ടായില്ല. കഴിഞ്ഞ 18 വർഷമായി സൗദി അറേബ്യയിൽ തടവിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുറഹീമിൻ്റെ മോചനം കാരണം എന്തെന്ന് പോലും അറിയാതെ 6ാം തവണയും മാറ്റിവെക്കുകയായിരുന്നു. നിറകണ്ണുകളോടെ തൻ്റെ മകൻ്റെ വരവും കാത്തിരിക്കുകയാണ് പാത്തുമ്മ ഉമ്മ. ആ ഉമ്മയുടെ ഈ അടങ്ങാത്ത ആഗ്രഹം ഇതുവരെ തന്നെ സഫലമായില്ല. കേരളം ഒന്നടങ്കം കൈകോർത്ത് അബ്ദുറഹീമിനെ മോചിപ്പിക്കുവാനുള്ള 34 കോടി രൂപ കണ്ടെത്തി അബ്ദുറഹീമിൻ്റെ മോചനം സാധ്യമാക്കിയപ്പോഴും അബ്ദുറഹീം നാട്ടിലെത്തുന്ന കാര്യത്തിൽ പല തടസ്സങ്ങളുണ്ടായി. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ പാത്തുമ്മ ഉമ്മ വീണ്ടും അതിയായ വിഷമത്തിലേക്ക് തന്നെയാണ് നീങ്ങിപ്പോയത്. തൻ്റെ മകനെ സൗദി അറേബ്യയിൽ പോയി കാണണമെന്നുള്ള ഉമ്മയുടെ ആഗ്രഹം കുടുംബം പരിഗണിച്ച് പാത്തുമ്മ ഉമ്മയെ സൗദിയിലെത്തിച്ച് അബ്ദുറഹീമിനെ കാണിക്കുവാൻ ഒരുങ്ങിയപ്പോൾ അബ്ദുറഹീം അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. എന്നാൽ പിന്നീട് അബ്ദുറഹീമിനെ ഉമ്മാക്ക് കാണാൻ കഴിയുകയും ഉമ്മാൻ്റെ ആ അടങ്ങാത്ത ആഗ്രഹം സഫലമാവുകയും അബ്ദുറഹീമിൻ്റെ സിറ്റിംഗ് ഉണ്ടായിരുന്ന ആ ദിവസം തന്നെ ഉമ്മ നാട്ടിലെത്തുകയും തൻ്റെ മകൻ പിറകെ തൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് എന്നുള്ള വിശ്വാസത്തോടെ വീട്ടിലെത്തിയ ഉമ്മാക്ക് വീണ്ടും അബ്ദുറഹീമിനെ കാണാൻ ഇനിയും മാസങ്ങൾ കാത്തിരിക്കേണ്ടി വരും എന്നുള്ള വാർത്തയാണ് അറിയാൻ സാധിച്ചത്. ഇന്ന്, അതായത് ഫെബ്രുവരി 2 നടക്കുന്ന സിറ്റിങ്ങിൽ അബ്ദുറഹീമിൻ്റെ മോചനം ഉണ്ടാകും എന്നാണ് കണക്കാക്കുന്നത്. അബ്ദുറഹീം മോചിപ്പിക്കപ്പെട്ടാൽ മണിക്കൂറുകൾ മാത്രം മതി അബ്ദുറഹീം നാട്ടിലെത്താൻ, ഉമ്മാനെ കാണാനും. ഈ ഒരു ദിവസത്തിന് വേണ്ടിയാണ് പാത്തുമ്മ ഉമ്മ നിറകണ്ണുകളോടെ അള്ളാഹുവിലേക്ക് കരമുയർത്തി കരഞ്ഞു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. കുടുംബം നോക്കാൻ വേണ്ടി 18 വർഷങ്ങൾക്ക് മുമ്പ് സൗദി റിയാദിലെത്തിയ തൻ്റെ പൊന്നുമകനായ അബ്ദുറഹീമിന് സംഭവിച്ച ആ വലിയ വിഷമത്തിൽ മനം നൊന്ത് കഴിയുന്ന പാത്തുമ്മ ഉമ്മയുടെ ആഗ്രഹം എത്രയും പെട്ടെന്ന് തന്നെ സഫലമാകട്ടെ. അബ്ദുറഹീമിൻ്റെ കൂടെ ജീവിക്കുവാനുള്ള തൗഫീക്ക് ഉമ്മാക്ക് അള്ളാഹു നൽകട്ടെ. നാളെ നടക്കുന്ന സിറ്റിങ്ങിൽ കോടതി അബ്ദുറഹീമിൻ്റെ മോചനം സാധ്യമാക്കുകയും എത്രയും പെട്ടെന്ന് തന്നെ അബ്ദുറഹീം നാട്ടിൽ വരുവാനുള്ള സാഹചര്യം ഉണ്ടാക്കി നൽകുകയും ചെയ്യട്ടെ. 18 വർഷമായി തന്നെ പിരിഞ്ഞു കഴിയുന്ന തൻ്റെ പൊന്നുമകനായ അബ്ദുറഹീമിൻ്റെ കൂടെ കാലങ്ങളേറെ ഇനിയും ജീവിക്കുവാനുള്ള തൗഫീക്ക് പാത്തുമ്മ ഉമ്മാക്കും അബ്ദുറഹീമിനും അള്ളാഹു ഏറ്റി നൽകട്ടെ. ഇനിയും കേസ് മാറ്റിവെക്കപ്പെടാനുള്ള ഒരവസരം ഇല്ലാതിരിക്കട്ടെ. നാളെ തന്നെ അബ്ദുറഹീമിൻ്റെ മോചനം സാധ്യമായി എന്നുള്ള വാർത്ത കേൾക്കുവാനുള്ള അവസരം അള്ളാഹു ഉണ്ടാക്കി നൽകട്ടെ.